+1 anatomy of flowering plants അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പക്ഷേ ഈ ചാപ്റ്ററിൻ്റെ ആദ്യം എന്താ, നമുക്ക് കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സൊക്കെയാണ്. ഈ ചാപ്റ്ററിനെ കുറേ പേരെങ്കിലും പേടിക്കാൻ കാരണം, അല്ലെങ്കിൽ ഓർമ്മിച്ചിട്ട് നിൽക്കുന്നില്ല എന്ന് പറയാൻ കാരണം, അതിൻ്റെ കുറച്ച് ട്രാൻസ്ഫർ സെക്ഷൻസിൻ്റെ ഇങ്ങനെയുള്ള ഒരു അനാറ്റമിയാണ് അല്ലേ? ഇത് പഠിക്കുമ്പോഴാണ് കുറച്ച് പേർക്കെങ്കിലും ഇത് ഭയങ്കര ടഫായിട്ട് തോന്നുന്നത്. പക്ഷേ ഇതിനെ ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയസ്റ്റ് ചാപ്റ്ററാണ് നമ്മളുടെ അനാറ്റമി. അപ്പോൾ നമുക്ക് എന്ത് നോക്കാം, നമ്മളുടെ ഡൈക്കോട്ട് റൂട്ടിനെയും മോണോക്കോട്ട് റൂട്ടിനെയും ഒന്ന് കമ്പയർ ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഈ ഒരു വീഡിയോ കണ്ടതോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്തുണ്ട്, ഒരു എപ്പിഡേമസ് ഉണ്ട്. ഔട്ടർ മോസ്റ്റ് കവറിംഗ് പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് എപ്പിഡേമസ്. പാരൻ കൈമ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എപ്പിഡേമസ് ആണ് അല്ലേ? അത് കഴിഞ്ഞാൽ നമുക്കിവിടെ കോർട്ടെക്സ് എന്ന് പറയുന്നൊരു ലെയറാണ്. സാധാരണ സ്റ്റെമ്മിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എപ്പിഡെർമസിന് താഴെ ഏറ്റവും അപ്പർ ലെയറാണ് എപ്പിഡെർമസ്, അതിന് താഴെ ഹൈപ്പോഡെർമസ് എന്ന് പറയുന്നൊരു ലെയർ ഉണ്ടാവാറുണ്ട്. പക്ഷേ റൂട്ടിൻ്റെ കേസിൽ എന്താണ്, റൂട്ടിൽ ഹൈപ്പോഡെർമസ് ഇസ് ആബ്സെൻറ്റ്. ഹൈപ്പോഡെർമസ് ഇവിടെ ആബ്സെൻ്റ് ആണ്. ഇവിടെ എന്താണ്, കോർട്ടെക്സ് ആണുള്ളത്, വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാരൻകൈമാറ്റസ് സെൽസ്. കോർട്ടെക്സ് ആണ്, രണ്ടു പേർക്കും ഹൈപ്പോഡെർമസ് ഇല്ല. ഓക്കെ, ആദ്യം എപ്പിഡെർമസ്, അത് കഴിഞ്ഞാൽ കോർട്ടെക്സ് ആണ് രണ്ടുപേർക്കും. ഓക്കെ, പിന്നെ ഇവരുടെ കോമൺ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്, ഇന്നമോസ്റ്റ് ലെയർ ഓഫ് കോർട്ടെക്സ് ആണ്, ദാറ്റ് ഈസ് എൻഡോഡെർമസ്. എൻഡോഡെർമസ് ഉണ്ടല്ലോ, ദേ ഇവിടെയും എൻഡോഡെർമസ് ഉണ്ട്. ഈ എൻഡോഡെർമസിൽ ഒരു വാട്ടർ ഇംപെർമിയബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് സ്യൂബറിൻ്റെ ഡെപ്പോസിഷൻ ഉണ്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് ഫോം കാസ്പീരിയൻ സ്ട്രൈപ്പ്. ഈ കാസ്പീരിയൻ സ്ട്രൈപ്പ് ഇവരുടെ രണ്ട് പേരുടെയും ഫീച്ചറാണ്. സോ എവിടെയാണ് കാണുന്നത്, എൻഡോഡെർമസിൽ. എൻഡോഡെർമസിൻ്റെ റേഡിയൽ വാളിൽ സ്യൂബറിൻ എന്ന് പറയുന്ന ഒരു വാക്സ് ലെയറിൻ്റെ ഡെപ്പോസിഷൻ ഉണ്ട്, ആൻഡ് ദാറ്റ് ഫോം കാസ്പീരിയൻ സ്ട്രൈപ്പ്. കോമൺ ഫീച്ചേഴ്സാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം എപ്പിഡെർമസ്, അതിന് താഴെ കോർട്ടെക്സ്. കോർട്ടെക്സ് പാരൻകൈമ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹൈപ്പോഡെർമസ് എന്ന് പറയുന്ന ലെയർ ഇല്ല, മോണോക്കോട്ട് റൂട്ടിലും ഇല്ല, ഡൈക്കോട്ട് റൂട്ടിലേ ഇല്ല. ഓക്കെ, ആൻഡ് അതിന് താഴെയുള്ള ലെയറാണ് എൻഡോഡെർമസ്. എൻഡോഡെർമസിൻ്റെ റേഡിയൽ വാൾ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളുടെ എൻഡോഡെർമസ് എങ്കിൽ ഇതിൻ്റെ വാളിൽ ഇവിടെ നമുക്ക് എന്ത് കാണാം, സ്യൂബറിൻ എന്ന് പറയുന്ന വാട്ടർ ഇംപെർമിയബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിൻ്റെ ഡെപ്പോസിഷൻ കാണാം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ്സ് കോൾഡ് കാസ്പീരിയൻ സ്ട്രൈപ്പ്. ഓക്കെ, ആൻഡ് ഇത് റൂട്ടായതുകൊണ്ട് തന്നെ ഇവരുടെ വാസ്കുലാർ ബണ്ടിൽ എന്തായിരിക്കും, റൂട്ടാണെങ്കിൽ റേഡിയലാണ്, എക്സാർക്കാണ്. റേഡിയൽ എന്താണ്, എക്സാർക്ക് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, റേഡിയൽ വാസ്കുലാർ ബണ്ടിൽസും എക്സാർക്ക് അറേഞ്ച്മെൻറ്റും ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഇതിൽ രണ്ടിൽ എഴുതി വെക്കാൻ പറ്റുന്നതാണ്. എപ്പിഡെർമസ് ഉണ്ട്, ഹൈപ്പോഡെർമസ് ഇല്ല, കോർട്ടെക്സ് ഉണ്ട്, എൻഡോഡെർമസിൽ കാസ്പീരിയൻ സ്ട്രൈപ്പ് ഉണ്ട്, റേഡിയൽ വാസ്കുലാർ ബണ്ടിലാണ്, എക്സാർക്കാണ്. രണ്ടിൽ എഴുതി വെക്കാം, കോമൺ ആയിട്ട് പഠിച്ചാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻസസ് നോക്കാം. ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എന്താ നോക്കിയാൽ കാണാം അല്ലേ? അപ്പോൾ ഈ ഒരു നിങ്ങളുടെ കാഴ്ച വെച്ചിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നോക്കി, ഏറ്റവും ഔട്ടറിന് തുടങ്ങും അല്ലേ? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിൽ ഇവിടെയാണോ റൂട്ട് ഹെയർ ഉള്ളത്, ഇവിടെയാണോ കൂടുതൽ റൂട്ട് ഹെയർ ഉള്ളത്? നോക്കിയിട്ട് എന്താ തോന്നുന്നത്, റൂട്ട് ഹെയർ കൂടുതൽ ഡൈക്കോട്ട് റൂട്ടിലാണ്. ഓക്കെ, സോ മോർ റൂട്ട് ഹെയർ. ഇപ്പോൾ നമ്മൾ ഡൈക്കോട്ട് റൂട്ടിൽ നിന്ന് തടി വെക്കുന്നതല്ലേ, അപ്പോൾ ഒരുപാട് വെള്ളം വേണം. അതുകൊണ്ടാണ് കൂടുതൽ റൂട്ട് ഹെയർസ്. ഇവിടെയാണെങ്കിലോ ലെസ് നമ്പർ ഓഫ് റൂട്ട് ഹെയർസ്. ഓക്കെ, ലെസ് നമ്പർ ഓഫ് റൂട്ട് ഹെയർസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഡിഫറൻസ് എന്ത് ചെയ്യാം, ഇവിടുന്ന് തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളുടെ സൈലം ആൻഡ് ഫ്ലോയം ബണ്ടിൽ അല്ലേ? സൈലത്തിനെയും ഫ്ലോയത്തിനെയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത്. ഒരു സൈലം ഒരു ഫ്ലോയും കൂടി ചേർന്ന് അത് വാസ്കുലാർ ബണ്ടിലായി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു സൈലം ഉണ്ട്, ഇവിടെ ഫ്ലോയം ഉണ്ട്. ഇവിടെ സൈലം, ഇവിടെ ഫ്ലോയം, സൈലം ഫ്ലോയം. അങ്ങനെ ടോട്ടൽ ഇവിടെ എത്ര വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ട്? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എണ്ണാം? ഒരു സൈലവും ഫ്ലോയും ചേർന്നതാണല്ലോ ഒരു വാസ്കുലാർ ബണ്ടിൽ. അപ്പോൾ നമ്മളിതേ ഒരു വാസ്കുലാർ ബണ്ടിൽ, 2 വാസ്കുലാർ ബണ്ടിൽ, 3 വാസ്കുലാർ ബണ്ടിൽ, 4 വാസ്കുലാർ ബണ്ടിൽ അല്ലേ? അപ്പോൾ റൂട്ടിൽ പൊതുവെ എത്ര ഉണ്ടാവാറുള്ളൂ? 2 to 4 വാസ്കുലാർ ബണ്ടിൽസ് ആണ് ഉണ്ടാവാറ്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഫ്ലോയും കാണാത്തതുകൊണ്ടാണ് കേട്ടോ, ഇതിൻ്റെ ബിറ്റ്വീനിൽ ഫ്ലോയും ഉണ്ട്.
ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അതെ 1 2 3 4 5 6 7 8 മോർ ദാൻ 6 വാസ്കുലാർ ബണ്ടിൽസ്. അപ്പോൾ നമുക്ക് മോണോകോട്ട് റൂട്ടിനെയും ഡൈക്കോട്ട് റൂട്ടിനെയും എങ്ങനെ തിരിച്ചറിയാം? ഒരുപാട് വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ടെങ്കിൽ അത് മോണോകോട്ടാണ്, 2 to 4 ആണെങ്കിൽ അത് ഡൈക്കോട്ടാണ്. സോ നമുക്കിവിടെ എന്ത് എഴുതാം? 2 to 4 വാസ്കുലാർ ബണ്ടിൽസ്, 2 to 4 വാസ്കുലാർ ബണ്ടിൽസ്. ഇതിനെ നമ്മളൊരു പേര് കൂടി പറയാറുണ്ട്, ഡൈ ആർക്ക് ടു ടെട്രാർക്ക്. ഡൈ എന്ന് പറയുമ്പോൾ 2, ടെട്ര എന്ന് പറയുമ്പോൾ 4, ഡൈ ആർക്ക് ടു ടെട്രാർക്ക്. ഇവിടെയാണെങ്കിലോ മോർ ദാൻ 6 വാസ്കുലാർ ബണ്ടിൽസ്, മോർ ദാൻ 6 വാസ്കുലാർ ബണ്ടിൽസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിയാർക്ക്, കൂടുതൽ അല്ലേ? നമ്മൾ പോളി എന്ന് പറയുന്ന ടേം എപ്പോഴാണ് ഉപയോഗിക്കുക? കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പോളി എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുക. അപ്പം മോർ ദാൻ 6 വാസ്കുലാർ ബണ്ടിൽസ് ആയതുകൊണ്ട് പോളിയാർക്ക്, അത് മോണോകോട്ടിനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റൂട്ട് ഹെയർസ് ഇല്ലാത്തതുകൊണ്ട്, കൂടുതലുള്ളതുകൊണ്ട് വാസ്കുലാർ ബണ്ടിൽസ് കുറവ്, അങ്ങനെ നമുക്ക് ആലോചിക്കാം. ഇവിടെ റൂട്ട് ഹെയർസ് കുറവായതുകൊണ്ട് വാസ്കുലാർ ബണ്ടിൽസ് കൂടുതൽ. ഓക്കെ, ആൻഡ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പോയിന്റ് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ എന്തുള്ളൂ? കുറച്ച് വാസ്കുലാർ ബണ്ടിൽസ് ഉള്ളൂ അല്ലേ? അതുകൊണ്ട് കുറച്ചുള്ള ആൾക്കാർ നല്ല വലിയ ആൾക്കാരായിരിക്കും. കുറച്ചുള്ള ആൾക്കാരാണെങ്കിൽ അവർ വലുതായിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവിടെ നമ്മളെ സെൻട്രലിലുള്ള സെൽസ്, ദാറ്റ് ഈസ് പിത്ത് ഭയങ്കര സ്മോളാണ്. ഇതിങ്ങനെ കോൺട്രാസ്റ്റിംഗ് ആണ്. കൂടുതൽ റൂട്ട് ഹെയർസ് ഉണ്ടെങ്കിൽ കുറവ് വാസ്കുലാർ ബണ്ടിൽസ് ആണെങ്കിൽ പിത്ത് സ്മോൾ. ഓക്കെ, പിത്ത് എന്തായിരിക്കും? വളരെ സ്മോൾ ആയിരിക്കും. സോ ഹിയർ പിത്ത് സ്മോൾ ആണ്. ഇതിന് നമ്മളൊരു ടേം ഉപയോഗിക്കും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻകോൺസ്പിക്വസ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാനൊന്നും പറ്റില്ല, ഇൻകോൺസ്പിക്വസ്, കാണാൻ പറ്റാത്തതാണ്. പക്ഷേ ഇവിടുത്തെ കേസാണെങ്കിലോ, ഇവിടെ കുറേ വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും കുഞ്ഞു സൈസായിരിക്കും അല്ലേ? നമ്മളൊരു വീട്ടിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡ് നമ്മളെല്ലാവർക്കും കൊടുക്കുമ്പോൾ എന്താണ്, നമുക്ക് കുഞ്ഞു പീസുകളാണ് കിട്ടുക അല്ലേ? അപ്പോൾ ഇവിടെ കുറേ വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ടെങ്കിൽ എന്താണ്, ഇവരെല്ലാവരും ചെറുതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ പിത്ത് എന്ന് പറഞ്ഞാൽ ലാർജ് ആയിരിക്കും. പിത്ത് ഇസ് ലാർജ് ആൻഡ് വെൽ ഡെവലപ്ഡ്. പിത്ത് ലാർജ് ആൻഡ് വെൽ ഡെവലപ്ഡ്, നല്ല വെൽ ഡെവലപ്ഡ് പിത്തായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ ഇവിടെ എത്ര പോയിൻറ്റ്സാണ് കിട്ടിയത്? അതെ, 1 പോയിൻറ്റ്, 2 പോയിൻറ്റ്, 3 പോയിൻറ്റ്, 3 ഡിഫറൻസസ് കിട്ടി. ഇനിയും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നോക്കി തന്നെ ഒരുപാട് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങളെല്ലാവരും ഒന്ന് നോക്കിയേ, നമ്മളുടെ ഈ വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഷേപ്പ്, മെയിനായിട്ട് നമ്മളുടെ സൈലത്തിൻ്റെ ഷേപ്പ് ഒന്ന് നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ്. ഇതൊരു പോളിഗണൽ ഇൻ ഷേപ്പാണ് കേട്ടോ. ഇങ്ങനൊരു പോളിഗണൽ ഷേപ്പാണ് സൈലത്തിന്. ഇവിടെയാണെങ്കിലോ റൗണ്ടാണ്. നോക്കിക്കേ, ഇവിടെ റൗണ്ടാണ് അല്ലേ? ഇവിടെ റൗണ്ടാണ്, ഇവിടെ പോളിഗണലാണ്. സോ സൈലത്തിനെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതെന്താണ്, ഡൈക്കോട്ടാണോ മോണോകോട്ടാണോ. അപ്പോൾ ഡൈക്കോട്ടിൽ എന്താണ്, ഇവിടെ പോളിഗണൽ ആണ് സൈലം, പോളിഗണൽ ഷേപ്പാണ് സൈലത്തിന്. ഇവിടെയാണെങ്കിലോ റൗണ്ടാണ്, റൗണ്ട് സൈലം. ഓക്കെ, പിന്നെ നമുക്ക് അറിയാവുന്നൊരു കാര്യം, നമ്മളുടെ റൂട്ടിൽ, ഡൈക്കോട്ട് റൂട്ടിലാണെങ്കിൽ അവിടെ സെക്കൻഡറി ഗ്രോത്ത്, തിക്കനിങ് പോസിബിൾ ആണ്. മോണോകോട്ടിൽ നടക്കില്ല. ഓക്കെ, ഇവിടെ സെക്കൻഡറി ഗ്രോത്ത് ഉണ്ട്. അതായത് ഒരു മെയിൻ റൂട്ടിൽ നിന്ന് ലാറ്ററൽ റൂട്ട്സ് ഒക്കെ വരിക. ഓക്കെ, നമ്മളുടെ ഡൈക്കോട്ടിൽ എങ്ങനെയാണ്? ഡൈക്കോട്ടിലാണെങ്കിൽ ഇങ്ങനെ ടാപ്പ് റൂട്ടാണല്ലേ, ഇതാണ് നമ്മളുടെ മെയിൻ റൂട്ട്. ഇതിൽ നിന്ന് ഇങ്ങനെ സൈഡിലായിട്ട് എന്ത് വരും? ലാറ്ററൽ റൂട്ട്സ് ഒക്കെ വരും. ഓക്കെ, ലാറ്ററൽ റൂട്ട്സ് ഒക്കെ വരുന്ന എപ്പോഴാണ്? സെക്കൻഡറി ഗ്രോത്തിൻ്റെ സമയത്താണ്. അപ്പോൾ ഈ സെക്കൻഡറി ഗ്രോത്ത് ആരിൽ മാത്രമേ നടക്കുള്ളൂ? സെക്കൻഡറി ഗ്രോത്ത് ഡൈക്കോട്ട് റൂട്ടിൽ മാത്രമേ നടക്കുള്ളൂ. സോ സെക്കൻഡറി ഗ്രോത്ത് ഒക്കേഴ്സ്, സെക്കൻഡറി ഗ്രോത്ത് ഫ്രം പെരിസൈക്കിൾ. പെരിസൈക്കിൾ എന്ന് പറയുന്ന ലെയറിൽ നിന്നാണ് സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നത്. ഓക്കെ, പെരിസൈക്കിളിൽ നിന്നാണ്. ഇവിടെയോ നോ സെക്കൻഡറി ഗ്രോത്ത്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ റൂട്ട്. ഇതിനാണ്, ഈ റൂട്ട് അനാറ്റമിക്കാണ് നമ്മൾ ഇത്രയും ടെൻഷൻ അടിച്ചത്, ഇത്രയും പേടിച്ചത്. കാരണം ഈ ഡിഫറൻസസ്, ഡൈക്കോട്ട് റൂട്ടിൻ്റെയും മോണോകോട്ട് റൂട്ടിൻ്റെയും ഈ ഡിഫറൻസസ് മനസ്സിലാക്കുക, അവരുടെ കോമൺ പോയിൻറ്റ്സ് മനസ്സിലാക്കുക. ആ പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആദ്യം നമ്മൾ ഡിഫറൻസസ് എന്തൊക്കെയാണ്? റൂട്ട് ഹെയർസ് നോക്കി, വാസ്കുലാർ ബണ്ടിൽസിൻ്റെ എണ്ണം നോക്കി, പിത്ത് എങ്ങനെയാണെന്ന് നോക്കി, അതുപോലെ തന്നെ സൈലത്തിൻ്റെ ഷേപ്പ് നോക്കി, ആൻഡ് സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ, അത്രയേ ഉള്ളൂ ഡിഫറൻസ്. കോമൺ പോയിൻറ്റ്സ് ആണെങ്കിൽ എപ്പിഡേർമസ്, ഹൈപ്പോഡേർമസ് ആബ്സെൻ്റ് ആണ്, കോർട്ടെക്സ് ഉണ്ട്, എൻഡോഡേർമസിൽ കാസ്പേരിയൻ സ്ട്രൈപ്സ് ഉണ്ട്, സൈലം ബണ്ടിൽസ് എന്താണ് അറേഞ്ച്മെൻറ്റ് റേഡിയലാണ്,
എക്സാർക്കാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ.